നമ്മുടെ മയ്യിൽ ടൗണിൽ അധികം ഇപ്പം ബ്ലോക്ക് ആയിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ വെച്ചാല് ഇവിടെയുള്ള കുഴികള് വലിയ ഹമ്പുകൾ 3 ഹമ്പായിട്ടാണ് വരുന്നത്. അതില് സെൻട്രലായിട്ട് തന്നെ ഓരോരോ വലിയ വലിയ കുഴികളാണ്. പിന്നെ അതുപോലെ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന കുഴി, ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, വളരെ ബ്ലോക്ക് കൊണ്ടും യാത്ര വളരെ ബുദ്ധിമുട്ടിയാണ്. മണിക്കൂറുകളോളം ബ്ലോക്കായി ഇവിടെ. അത്രക്കും ബുദ്ധിമുട്ടിയാണ് ഇവിടുത്തെ ജനങ്ങൾ. കാരണം അതിൻ്റെ ഒരു അറ്റകുറ്റപ്പണി പോലും പിന്നെ ഇവരെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അതിന് അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ റോഡ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. വളരെ ബുദ്ധിമുട്ടിലാണ്. മയ്യിൽ ടൗണിലൂടെ യാത്ര ചെയ്താൽ വണ്ടിയുടെ മാത്രമല്ല യാത്രക്കാരുടെയും നടുവൊടിയും. വലിയ കുഴികളും ഹമ്പും എല്ലാം വാഹനയാത്രക്കാരുടെ പേടി സ്വപ്നമാണ്. ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങളുമൊക്കെയാണ് ഇതിന്റെ ദുരിതം പേറുന്നത്. വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നതെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. ഒന്നാമത് ആംബുലൻസിൽ പോകുന്ന നല്ല സീരിയസ് ആയിട്ട് പോകുന്നത് ആ 3 പമ്പിൽ കയറി തുള്ളും. പമ്പിന്റെ മാത്രമല്ല, പമ്പിൽ താഴെ കുഴിയാണ്, വലിയ കുഴിയാണ്. അതിൽ കയറി തുള്ളുമ്പോൾ ടൈം ഒരുപാട് ടൈമും. പിന്നെ ബസ് സ്റ്റാൻഡ് സ്റ്റോപ്പിൽ നിർത്തുന്നെങ്കിൽ ബസ് ആണെങ്കിൽ അടുപ്പിച്ച് നിർത്തൂല. അപ്പൊ എല്ലാം കൂടി മൊത്തം ബ്ലോക്ക് ആവും. പിന്നെ ഇവിടുത്തെ ഈ ബക്കന്റെ മുന്നിലുള്ള ആ ഒരു സ്ലാബ്, അപ്പൊ ആ സ്ലാബിന്റെ കാലം വെച്ചാൽ വണ്ടി അങ്ങനെ വരുന്ന വണ്ടി ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ വെട്ടിക്കുക. നമ്മൾ ഈ കടൂർന്ന് വരുന്ന വണ്ടി ഇങ്ങനെ കയറി വരുമ്പോൾ അപ്പം ഇങ്ങനെ വെട്ടിക്കുക. അങ്ങനെ കുറെ അപകടം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനെന്തൊക്കെ നടപടി, പിന്നെ ബസ് സ്റ്റാൻഡിൽ കയറുന്ന റോഡ്, പിന്നെ ഈ പച്ചക്കറി പീടിന്റെ മുന്നിലുള്ള ഒരു കുഴി, അല്ലെ എല്ലാം അപ്പുറം ഇപ്പുറം വെട്ടിക്കുക. കുഴിയിലിടാണ്ട് എല്ലാ കാറുകാരും ബൈക്കുകാരും ഓട്ടോറിക്ഷക്കാരും എല്ലാവരും അപ്പുറം ഇപ്പം വെട്ടിക്കുമ്പോൾ കൂടുതൽ അപകടം സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പരിഹരിച്ചിട്ട് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കും. മയ്യിൽ ബസ് സ്റ്റാൻഡിലേക്ക് CRCയുടെ സമീപത്ത് നിന്ന് കയറുന്ന റോഡിൽ മരണക്കുഴിയാണ്. വണ്ടി കയറണ്ട ഈ കുഴിന്ന്, പഞ്ചായത്തിന്റെ മുന്നിൽ. ഈ കുഴികൾ വെട്ടിച്ച ബസ്സുകൾ കയറ്റാൻ ശ്രമിക്കുമ്പോൾ അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഈ കുഴിയിലൂടെ പോയാൽ ആക്സിൽ ഒടിയുമെന്ന് ഉറപ്പാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഇത്രയും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. കുഴി നികത്താൻ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന പരാതിയാണ് നാട്ടുകാർക്കാകെ. PWD തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. ഇത്രയും വലിയ കുഴിയും അപകട സാധ്യതയും ഉണ്ടായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.